ഹലോ, ഇന്നേ നമുക്കൊരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാട്ടോ വരുന്നേ. അപ്പോൾ ആദ്യം നമ്മൾ ചീനിച്ചട്ടി എടുത്ത് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ അരിഞ്ഞ് വെച്ച സവാളയും കൊച്ചുള്ളിയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിനനുസരിച്ച് ഞാനൊരു പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തതുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പുകൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അത് എന്നിട്ട് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കാരണം അതിൻ്റെ ഒരു പച്ചമണം ഉണ്ടല്ലോ, അതൊന്ന് മാറുന്ന വരെ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണേ. പിന്നീട് നമ്മളൊരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളിയോട് ഇട്ട് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ മസാലയൊക്കെ ചേർത്തിട്ടാണെങ്കിലും നമുക്ക് തക്കാളി ഇടാം. ഞാൻ പിന്നെ ആദ്യമേ തക്കാളി ഇട്ടു ഇടാം കേട്ടോ. എങ്ങനെ വേണേലും നമുക്ക് ചെയ്യാം. പിന്നെ നമ്മൾ പൊടികൾ ചേർക്കുവാണേ. ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാലേ ചിലപ്പം അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ മസാല ഇട്ട് കൊടുക്കും തോറും ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നീട് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കും. പിന്നെ കുരുമുളക് പൊടി, ഇത് ഇത്ര ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പൊടികളൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഇടണം കേട്ടോ. ഇപ്പം ഞാൻ ഈ ഇട്ടേക്കുന്ന മുളക് പൊടി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഇച്ചിരി ഏറെ ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഗരം മസാല ഇട്ടിട്ടുണ്ട്. അത് ഞാൻ പിന്നെ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിരുന്നില്ല. എന്നിട്ട് അത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ ഞാൻ ഈ സമയത്ത് എല്ലാ പൊടികളും ചേർത്ത ശേഷമാണ് ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തത്. നമുക്ക് വേണമെങ്കിൽ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് അല്പം കുരുമുളക് പൊടി ചേർക്കാം. ഇനി നമ്മൾ കഴുകി വെച്ച നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുക. ഞാനിത് 2 കിലോ ചിക്കൻ ആയിരുന്നു കേട്ടോ വാങ്ങിയപ്പോൾ. 2 കിലോ എന്ന് പറയുമ്പോൾ അതെല്ലാം റെഡിയായി വരുമ്പോഴത്തേക്ക് 1.20 അത്രയേ ഉള്ളായിരുന്നു കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. കാരണം വഴറ്റി വെച്ച ആ ഉള്ളിയും മസാലയും എല്ലാം ചിക്കനിൽ എല്ലാത്തിലും എത്തണമല്ലോ. അതുകൊണ്ട് നന്നായിട്ട് നമ്മളതൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടൊരു പാത്രം വെച്ച് നമ്മൾ അതിൻ്റെ മണ്ടയ്ക്ക് ഒന്ന് അടച്ചു വെക്കണേ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് എടുത്ത് നോക്കണം, അടി പിടിച്ചോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അടിയിലൊന്നും പിടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. കാരണം നമ്മളിപ്പം വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. കാരണം ചിക്കനിലും തക്കാളിക്കകത്തും ആവശ്യത്തിന് വെള്ളം ഉണ്ടല്ലോ, അതങ്ങ് ഇറങ്ങിക്കോളും. പിന്നെ നമുക്ക് ലാസ്റ്റ് കറിയെല്ലാം വെച്ചതിന് ശേഷം എണ്ണ ചൂടാക്കിയിട്ട് കടുകും ഉള്ളി ഇട്ട് വഴറ്റിയെടുക്കണേ. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളാണ് നമ്മൾ വെച്ചേക്കുന്ന പാത്രത്തിൽ. ഇടയ്ക്ക് അടച്ച് വെച്ച മൂടി തുറന്നപ്പോൾ എൻ്റെ കൈ ജസ്റ്റ് ഒന്ന് പൊള്ളിയായിരുന്നേ. പിന്നെ അമ്മയാട്ടോ ലാസ്റ്റ് വെള്ളം ഒഴിക്കാനൊക്കെ വന്ന് നിന്നത്. ചിക്കൻ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു. ഞാൻ പിന്നെ ഇടയ്ക്ക് കറിവേപ്പില അതിനകത്തിട്ടായിരുന്നു കേട്ടോ. എനിക്കതും വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല. പിന്നെ നമ്മുടെ കറി എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചട്ടി ചൂടാക്കി അതിൽ എണ്ണ, കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് ശേഷം ഉള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ വറ്റൽമുളക്, കറിവേപ്പില ഇട്ട് കൊടുത്ത് അത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. കൊച്ചുള്ളിയുടെ കളറ് മാറുന്ന വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ഒരു യെല്ലോ കളറ് വരുന്ന കണ്ടില്ലേ, അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കണം. അതിന് ശേഷം നമ്മൾ കറിയിലോട്ട് അതൊന്ന് ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.